ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ചതച്ച മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മുരിച്ചെടുത്ത ഞണ്ട് റോസ്റ്റ്. നമുക്ക് 1 കിലോ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ കാല് സെപ്പറേറ്റ് ആയിട്ട് ഒടിച്ചിടാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നാലും പ്രശ്നമില്ല. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു വലിയ ഇരുമ്പ് ചീനച്ചട്ടിയാണ്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനോ സാധാരണ പാത്രമോ ഉപയോഗിക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. അതിലേക്കൊരു 2-3 പച്ചമുളക് നമുക്ക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമ്മൾ വഴറ്റേണ്ടതാണ്. നമ്മുടെ സവാളയും പച്ചമുളകും ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചതച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 15 ചെറിയ ഉള്ളി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8 മുതൽ 10 വരെ ഉണക്കമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഏത് തരത്തിലുള്ള ഉണക്കമുളകായാലും സാരമില്ല. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറവായിട്ട് ഇടുക. ഇതുപോലെ തരുതരിപ്പായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ 1-2 പ്രാവശ്യം കറക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഒരുപാട് പേസ്റ്റ് പോലെ ആക്കരുത്. എന്നിട്ട് നമുക്ക് വഴന്നുകൊണ്ടിരിക്കുന്ന സവാളയും പച്ചമുളകുമുള്ള ചീനച്ചട്ടിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിട്ട ശേഷം ഒരു 8 മിനിറ്റോളം നന്നായിട്ട് വഴറ്റേണ്ടതാണ്. അങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എണ്ണ വിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരും. 10 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്, ഉള്ളിയും ചതച്ചമുളകും ഒക്കെ. അതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്നിട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും ഒന്ന് വാടി വരും. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചതച്ച മുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ല. ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എരിവ് ആവശ്യമാണ്, വളരെ സ്പൈസി ആയിട്ടാണ് ആവശ്യമെങ്കിൽ ഒരു 1/2-1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ ഞണ്ട് കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ചേർത്ത ശേഷം നമുക്ക് ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് മസാല വരുന്ന രീതിയിൽ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം വിട്ട് വരും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഞണ്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 15 മിനിറ്റ് സമയം നമുക്കിത് ചെറിയ തീയിൽ മൂടി വയ്ക്കാം. 15 മിനിറ്റ് സമയത്തിന് ശേഷം ഞണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. എങ്കിലും ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് താഴെയുള്ള കഷ്ണങ്ങൾ മുകളിലോട്ടാക്കി കൊടുത്തിട്ട് ഒന്ന് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് കാണാം ഇതിൽ ഏകദേശം ഒന്ന് ഡ്രൈ ആയി. എങ്കിലും ഒരു റോസ്റ്റിൻ്റെ ഒരു ലുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല എരിവുള്ള സ്പൈസി ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.